الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനിമാരെ, സഹോദര സഹോദരിമാരെ, ಅಲ್ಲಾಹುರೇ ನಿಯಮ ನಿರ್ದೇಶನ ಜೀವನತ್ತರೆ ಪ್ರತಿ ಓರೋ ಸಂದರ್ಭತ್ತುಲುಂ ഞങ്ങളുടെ രഹസ്യ ജീവനത്തിലും പരസ്യ ജീവനത്തിലും സംസാരത്തിലും വ്യവഹാരത്തിലുമെല്ലാം അള്ളാഹുവരെ സൂക്ഷിച്ചിട്ട് ഏറ്റവും നല്ല മുത്തഖിയായിട്ട് ജീവിക്കണോ ചെന്ത് സ്വന്തം നഫ്സരെ മറക്കാണ്ട് ഇവിടെ കൂടിയതായി ഓരോ വിശ്വാസിനിമാരൊട്ടിಗೆ ഈ പവിത്രമായ നാളിലും തിങ്കളിലും ഞാൻ നിങ്ങളൊട്ടിಗೆ വസിയത്താക്കിയിട്ടുള്ളേ, ഉപദേശാക്കിയിട്ടുള്ളേ. അള്ളാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുന്നതായി സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ട് മരിക്കുന്നതായി സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒട്ടിಗೆ ಸೇರಗುಳ್ಳದಾയ സൗഭാഗ്യ റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ തിങ്കളുടെ ഓരോ പുണ്യ ദിനരാത്രിയായി തിക്കറ് ഞങ്ങളുടെ മുന്നിൽ കടന്നു പോയിട്ടുള്ളേ. ആദ്യത്തെ 10 അവസാനിച്ചിട്ട് രണ്ടാമത്തെ 10 അവസാനിച്ചിട്ട് മൂന്നാമത്തെ 10 തിക്കറ് ഞങ്ങൾ കടക്കുള്ളത്. ഈ സന്ദർഭത്തിൽ വിശ്വാസിമാർക്ക് ഒരുപാട് ചിന്തിക്കൊണ്ടു. അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പ് കൊണ്ടെത്തു ഞങ്ങളൊട്ടിಗೆ ലക്ഷ്യം വെച്ചത്, എയിം വെച്ചത്
ಅದು ಈ 24 ಕೊಂಡೊತ್ತು 24 ಕೊಂಡೊತ್ತು ಕಡന്നു പോകുമ്പോഴത്തേക്കും നണ്ടൊട്ടിಗೆ ഉണ്ടായിട്ടുണ്ടാച്ചಂത്ത് ഒരു ആത്മ പരിശോധനക്കരതായ സന്ദർഭമായി തിക്കറ്. നല്ലപോലെ നക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചതുപോലെ ജീവിക്കുക സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ജീവിക്കുക. അവസാനത്തെ 10 4 നഗലമൊന്നലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പുരെ ലക്ഷ്യവെച്ചിട്ട് ഞങ്ങളൊട്ടിಗೆ ചെന്ന പൽക്ക ലഅല്ലക്കും തത്തഖൂൻ. നോമ്പുര ഉദ്ദേശമേ അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് ഞങ്ങൾക്ക് തഖ്വ ഉണ്ടാവണം. എന്തായി തിക്ര തഖ്വ? ഒരുപാട് നീണ്ട് നിസ്കരിച്ചത് അത് മാത്രമല്ല തഖ്വ. പകൽ മുഴുവനായിട്ട് നോമ്പെടുത്തത് മാത്രമല്ല തഖ്വ. 1-2 ഖത്ത ഖുർആൻ ഓതിത്ത് തീർത്തത് മാത്രമല്ല തഖ്വ. ഒരുപാട് ദാനധർമാക്കിയത് കൊണ്ടൊത്തു തഖ്വ ഉണ്ടാവുന്നിട്ടില്ല. തഖ്വ ചെന്നെങ്കിൽ പണ്ഡിതന്മാർ പടിവാട്ടി തന്ന ഖല്ലി ദുനൂബ സഗീറഹ വ കബീറഹ വ ദാക്കത്തുക. ചെറിയതും വലിയതുമായിട്ടുള്ള സകലമാന തിന്മയിൽ നിന്നും തപ്പിൽ നിന്നും മാറി നിൽക്കുക ആർക്ക് സാധ്യായിരു ഒതാക്കത്തുക. അതായിത്തിക്കറ് തഖ്വ ചെന്നെങ്കിൽ ജീവിതത്തിൽ റമദാൻ തിങ്കളിൽ മോശപ്പെട്ടതായ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും അതിൽ നിന്നും മാറി നിൽക്കും. മൊബൈൽ എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും മോശപ്പെട്ടതായ ഏതെങ്കിലും സീന് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഫോട്ടോസ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അന്യ സ്ത്രീയെ കാണുമ്പോഴത്തേക്കും ഇന്നി സ്വായിമോൻ ഞാനൊരു നോമ്പുകാരാണ് നക്കത് പാടില്ല ചെന്ത് ആരെ മനസ്സിക്ക് പ്രേരണ കൊടുത്തുറു ആരത് തടഞ്ഞു നിൽക്കൂ. അസൗമ ജുന്നത്തുൻ. നോമ്പൊരു പരിചയമായിത്തിക്കറ് അത് തടഞ്ഞു വെക്കുന്നതായിത്തിക്കറ് സകല തിന്മയിലും തടയിറതായിത്തിക്കറ് അല്ലാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടി തന്നു. അതുകൊണ്ടു തിന്മ കാണുമ്പോഴത്തേക്കും മോശപ്പെട്ട വസ്തു കാണുമ്പോഴത്തേക്കും സീന കാണുമ്പോഴത്തേക്കും മോശപ്പെട്ടതായ സംഗീതങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും സംഗീത കാതുകരിച്ച് കേൾക്കുമ്പോഴത്തേക്കും പാടില്ല. ഞാനൊരു നോമ്പുകാരനായി തിക്കറേ ಇನ್ನೀ ಸ್ವಾಯಿಂ ಚಂತ ಆರುಗಲ್ಲ ಚೆಲ್ಲಗೂ ಸಾಧ್ಯ ಆಯ್ತು. ಆರುಗಲ್ಲ ಮನಸ್ಸುಗೊಂಡು ತೃಪ್ತಿ ಪಡಗೂ ಸಾಧ್ಯ ಆಯ್ತು. ಮಾರಿ ನಿಕ್ಕೋಗೂ ಆರಿಗೂ ಸಾಧ್ಯ ಆಯಿರು. ಅವನಿಗೂ ನೋಂಬು ಪೂರ್ಣಮಾಯಿತು. ಅವನಿಗೆ ಲಭಿಸಿರು. ಅವನಿಗೂ ತಖ್ವ ಉಂಡಾಯಿತು. ಲಅಲ್ಲಕುಂ ತತ್ತಖೂನ್. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ಚೆಂದದಾಯ ತಖ್ವ ಆ ಮನುಷ್ಯಗೂ ಉಂಡಾಯಿರು. ಇಲ್ಲೆಂಗಿಲು യാതൊരു പ്രയോജനവുമില്ല. അല്ലേ, ഈ തഖ്വ ബണ്ടില്ല ഉണ്ടായെങ്കിലും ഹറാമുല്ലിಂತ മാറി നിൽക്കുക ದಂಡ കൊണ്ടൊത്തു സാധ്യവില്ല ഉണ്ടായെങ്കിലും ഈ നോമ്പ് കൊണ്ടൊത്തു യാതൊരു കാര്യമില്ല. എത്ര നോമ്പുകാരുള്ള അല്ലേ, അങ്ങനെ നോമ്പ് കൊണ്ടൊത്തു യാതൊരു ആവശ്യവും അല്ലാഹുക്ക് ഇല്ല. അവിടെ ഭക്ഷണ പാനീയ ഒഴിവാക്കിയത് കൊണ്ട് ഞങ്ങൾ കേട്ടതായി തിക്ക മോശപ്പെട്ടതായ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കില്ല ഉണ്ടായെങ്കിലും അല്ലാഹുക്ക് ഫലൈസലില്ലാഹി ഹാജത്തുൻ. അല്ലാഹുക്കൊരു ആവശ്യവുമില്ല. ഞങ്ങളുടെ നോമ്പൊരു ആവശ്യകതയില്ല. അതുകൊണ്ടൊത്തു ഈ 24 കടന്നു പോകുമ്പോഴത്തേക്കും പരിശോധിക്കേണ്ടത് നക്ക് തഖ്വ ഉണ്ടായിര, ഭയഭക്തി ഉണ്ടായിര, അധികമായിട്ട് നിസ്കരിക്കുക നണ്ട കൊണ്ടൊത്തു സാധ്യ ആയിര, ഖുർആന് ഓതുക നണ്ട കൊണ്ടൊത്തു സാധ്യ ആയിര. അല്ലേ, ഒരു ജുസുവും ഓതാത്ത ആൽമാറും ഇക്കുക, ഖുർആന് തൊട്ടു നോക്കാത്ത ആൽമാറും ഇക്കുക. അതുകൊണ്ടൊത്തു ജാഗ്രത ആക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിയതുപോലെ ശപിക്കപ്പെട്ടതായ ഒരു ആൽമാറായിട്ട് തീരാ. അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിത്തല്ല കൊറിയ ആൽമാർ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമായി പോയ ആൽമാർ. എന്തായിത്തിക്കറ് അങ്ങനെ ക്വാളിറ്റി എന്തരേ, അങ്ങനെ ലക്ഷണം എന്തരേ, റമളാന് വന്നിട്ട് അല്ലാഹുവിനായിട്ട് മാറി നിൽക്കാത്ത, തഖ്വ പുലർത്താത്ത, അല്ലാഹുരൊട്ടിಗೆ തൗബാക്കാത്ത ആൽമാർ, മാഫ് കേൾക്കാത്ത ആൽമാർ, അവനു അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഫഅബഅദഹുല്ലാഹ്, അല്ലാഹു അവന്റെ വിദൂരമാക്കട്ട്, ദൂരാക്കി വിടട്ടോ, അവൻ നശിച്ചു പോവട്ട് ചെന്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പ ആമീൻ ചെന്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന അത് ഉറപ്പായിട്ടും തട്ടുന്നതിൽ സംശയമേ ഇല്ല. അതുകൊണ്ടൊത്ത് അല്ലാഹുരൊട്ടിಗೆ ഇസ്തിഗ്ഫാറാക്കുക, തൗബാക്കുകയുള്ളതായി സമയമായി തിക്കറ്. ഇനിയും സമയമുണ്ട്, 10 നാളുണ്ട്. കഴിഞ്ഞതരെ ഓർത്തിട്ട് കാര്യമില്ല.
ഇരിയ നോമ്പു നിന്റെ ജീവിതത്തിൽ നഷ്ടമായിത്തല്ലേ ചന്തു ബേജാറ് വേണ്ട, ഇനിയും സമയമുണ്ട്. മഹാനായ ഹസനുൽ ബസറി റഹ്മത്തുള്ളാഹി പടിമാറ്റിയതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ 3-4 തിക്കർ കടന്നു പോയിട്ടുള്ളേ. ഒന്ന്, ഇന്നലെ കഴിഞ്ഞ നാളുകൾ, കഴിഞ്ഞ 20 നോമ്പ് 19 നോമ്പ് കടന്നുപോയിട്ട് ജീവിതത്തിൽ ഉറക്കത്തും ഇനി കടന്നു പണ്ടില്ലത്. ആ നാൾ കടന്നുപോയിട്ട് കഴിഞ്ഞ ചുമ നിന്റെ ലൈഫിലിന് കഴിഞ്ഞ ചുമയിന് ഉറക്കത്തും പറകില്ല. അതുകൊണ്ടൊത്തു കഴിഞ്ഞതിരെ ഓർത്തുത്തു ചിന്തിച്ചിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ടു പോയിട്ട് ഖുർആൻ ഓതുക സാധ്യമായിട്ടില്ല, ദാനധർമാക്കുക സാധ്യമായിട്ടില്ല, അല്ലേ? നിസ്കരിക്കുക നല്ലപോലെ നിസ്കരിക്കുക നിന്റെ കൊണ്ടൊത്തു സാധ്യമായിട്ടില്ല, ജമാഅത്ത് നിസ്കാരത്തുക പറകു സാധ്യമായിട്ടില്ല. അതുകൊണ്ടൊത്തു കഴിഞ്ഞതിരെ ഓർത്തുത്തു ബേജാറായിട്ട് കാര്യമില്ല, അത് വിട്ടുവിടും. രണ്ടാമത്തെ 4 ഫ്യൂച്ചർ അത് കിട്ടണോണ്ടില്ല. ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് ഏത് സമയത്തിലും എങ്ങനെ ആവൊരു ചന്ത്, നിങ്ങളെ ലൈഫ് എങ്ങനെ ആവൊരു ചന്ത്, നിങ്ങളെ ആരോഗ്യം എങ്ങനെ ആവൊരു ചന്ത് ചെല്ലകൂ സാധ്യമില്ല. അതുകൊണ്ട് കിട്ടണമെന്നില്ല. 4 സംബന്ധിച്ചിട്ട് ബേജാറ് വേണ്ട. അതിൻ്റെ ജീവിതത്തിൽ കിട്ടിയെങ്കിൽ ആയിത്തു അടുത്ത റമദാനിൽ നല്ല ആവാൻ ചത്ത് വിചാരിച്ചത്ത് അതിനെ കാത്തു നിൽക്കണ്ട, അത് കിട്ടണമെന്നില്ല. അതുകൊണ്ടു അൽ യൗമ, മൂന്നാമത്തെ നാൾ, ഇണ്ടത്തെ നാളുണ്ടു നിക്ക് ലഭിച്ചതായി ഈ റമദാൻ തിങ്ങളുണ്ടു, ഇണ്ടത്തെ നാളുണ്ട്. അതുകൊണ്ടൊത്തു ഫഅമൽ മാ ശിഅത, നിക്ക് എത്ര അധ്വാനിക്കുക സാധ്യാവും ഈ റമദാനിൽ അധ്വാനിക്കും, ഈ നാളിൽ അധ്വാനിക്കണം. അടുത്തവരു റമദാന് കിട്ടണമെന്നില്ല. അതുകൊണ്ടൊത്തു ഈ കിട്ടിയതായി നാളിൽ നീന് അധ്വാനിക്കണോ ചന്ത് മഹാനായ ഹസനുൽ ബസറി റഹ്മത്തുള്ളാഹി എനിക്ക് വടിവാട്ടിത്തൻ. ഇപ്പം കിട്ടിയതായി ഇനിയും അവസരമുണ്ട്, തൗബാക്കുക ഇനിയും സമയമുണ്ട്. ഏറ്റവും നല്ല ഖാലിസായ തൗബ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല ചെന്ന യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. തൗബതൻ നസൂഹ ആവണോ? വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ചന്ത് അതൊരു ദിക്ർ പോലെ ചെല്ലതല്ല. അത് ഹൃദയത്തുക്ക് തട്ടി വേണോ തൗബാക്കനായത് ഖാലിസായി. എന്തായി ദിക്ർ? തൗബതൻ നസൂഹ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരൊട്ടിಗೆ കേട്ടാർ. എന്തായി ദിക്ർ? തൗബതൻ നസൂഹ ചന്ദിങ്ങಂದ್ರೆ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുക, അയ്യതൂബ റജുലു മിനൽ അമലി സയ്യി ثم لا يعود ഇലൈഹി അബദാ. ഒർക്ക തൗബാക്കിയെങ്കിൽ ഒരു തപ്പു അവിടെ ജീവിതത്തിൽ തപ്പു സംഭവിച്ചിട്ടിക്കും, അത് മനുഷ്യ സഹജമായി തിക്ക. തപ്പാക്കാത്ത ആൽമാരും ഉണ്ടാവാൻ. അതുകൊണ്ട് തമ്പിയാക്കന്മാരെ വിട്ടൊത്ത് ബാക്കി എല്ലാവർക്കും തപ്പു സംഭവിക്കൂ. മനുഷ്യായി തിക്കർ കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാവരും തപ്പാക്കറങ്ങായി തിക്കറ. ആ വഖൈറുൽ ഖത്താഈന തവ്വാബുൻ, ആ തപ്പാക്കുമൊത്തുക്ക് തൗബ കേക്കറങ്ങ അകായി തിക്കർ ഏറ്റവും ഖൈറായിട്ടുള്ള ആൽമാർ. അതുകൊണ്ടൊത്ത് ഒരാൾ തപ്പുല്ലെന്ന് മാറി നിൽക്കറ്, പിന്നെ തുമ്മല യഊദു ഇലൈഹി അബദാ. തൗബാക്കറെ എങ്ങനെ തൗബ? ഞാനിനാ തപ്പുക റബ്ബേ, ഇനാ തപ്പുക ഞാൻ കടന്നു പോണ്ടമേ ഇല്ല, ഞാനാ തിന്മയിനെ ആക്രമേ ഇല്ല, ഹറാമൊരു പണി ഞാൻ ഒരു സ്വറ ഞാൻ എടുക്കറമേ ഇല്ല ചന്തുല്ലേ തീരുമാനം വേണം. അപ്പായത്തേക്കൊരു തൗബ സ്വീകരിക്കുക. അതല്ല റമദാന് നിങ്ങൾ തൗബാക്കാം, അത് കഴിഞ്ഞിട്ടായെങ്കിൽ വീണ്ടും അതുപോലെ തുടങ്ങാം, ഹറാമായ സ്വറ തുടങ്ങാം, വ്യഭിചാരത്തുക്ക് പോവാ, അങ്ങനെ വേണ്ടാത്ത മോശപ്പെട്ട കാര്യത്തുക്ക് പോവാ ചന്ത മനസ്സിലോ തീരുമാനിച്ച് തിന്നെങ്കിൽ അത് നടക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തൗബ സ്വീകരിക്കില്ല. അവനു നശിച്ചു പോയമേ സംശയമില്ല. അതുകൊണ്ടൊത്തു ഈ മഗ്ഫിറത്ത് തിങ്ങളിൽ വിശ്വാസിമാർക്ക് വേണ്ടത് എല്ലാവർക്കും മഗ്ഫിറത്ത് കിട്ടും. അല്ലാഹുരൊട്ടിಗೆ ആത്മാർത്ഥമായിട്ട് കേൾക്കണോ. അതല്ലാണ്ട് പിന്നെയും സമയമുണ്ടല്ലേ, പ്രായമായിട്ടില്ലല്ലേ, ഞാൻ യുവാവല്ലേ, ഇനിയും ഞാൻ പഠിച്ചോണ്ടില്ല, ഇനി എത്ര തൻ്റെ ലൈഫിൽ റമദാന് കടന്നു പോകുന്നുണ്ടോ ചെന്ന് വിചാരിച്ചിട്ട് ലേറ്റാക്കി വെച്ചിട്ടായെങ്കിൽ അങ്ങനെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. മനസ്സിലാക്കും. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹദറഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. ഖുർആൻ ചന്ത് തൗബ സരിയാവില്ല ആരെ തിന്മാക്കിത്ത് തപ്പുലിങ്ങനെ ആക്കിയോണ്ട് ഇനിയും സമയമുണ്ടല്ലേ ചന്ത്, ഇനിയും വയസ്സാവുകളുണ്ട് ചന്ത് ഇങ്ങനെ കാത്തു തെച്ച ആൽമാർ അങ്ങനെ ലൈസത്തി തൗബ, തൗബ അല്ല, തൗബ സരിയല്ല ചന്ത് അല്ലാഹു ചൊല്ല്. ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്, ഹത്താ ഇദാ ഹദറഹുമുൽ മൗത്ത്, മൗത്ത് വരുമ്പോഴത്തേക്കും മരിക്കുന്നതായ സന്ദർഭത്തിൽ ഒരു ആക്സിഡൻ്റ് ആയിത്തു, അപ്പോൾ എനിക്ക് ನೆನಪಾಯ್ತು,
ഇനി സമയം കിട്ടില്ല, ഇനി ചാൻസ് ഇല്ലല്ലേ, അപ്പോൾ ഇന്നി തുബുത്തുൽ ഞാനിപ്പോൾ തൗബാക്കറെ അള്ളാഹുവെ മാഫാക്കിക്കൊണ്ടാ ചെന്നെങ്കിൽ തൗബ സ്വീകരിക്കില്ല. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ തൻ്റെ തഫ്സീറിലൊക്കെ കാണുക സാധ്യ അല്ലേ. ഒരാൾക്ക് ഒരു അപകടമുണ്ട്, അവനുಗೂ അവൻ്റെ ലൈഫ് തൗബ ആരെ തൗബ തിക്കറ് സ്വീകരിക്കരെന്ന് പടിപാട്ടിട്ടുണ്ട്. രണ്ട് ടൈപ്പുള്ളേ തൗബ ഉണ്ട്. ചില ആൾമാർ ഒരു അപകടത്തിൽ പെട്ടിട്ട് ആക്സിഡൻറ്റ് പറ്റിത്ത് അവനുಗೂ ജീവിക്കുക ആശ ഉണ്ട്, എന്തും ആയിത്തില്ല, കാര്യപ്പെട്ടൊന്നും ആയിത്തില്ല, അപകട ആയിത്ത്, ആക്സിഡൻറ്റ് ആയിತ್ತು, കൈക്കാലല്ല നമ്മളായിത്ത് ഉടനീത്തല്ല ഉണ്ടോ ആയെങ്കിൽ രക്ഷപ്പെടുവാൻ അവന് വിചാരിക്കറ എനിക്ക് ജീവിക്കണുണ്ട് ആശ ഉണ്ട് അല്ലെ. ശരിയായിട്ടായെങ്കിൽ ഉഷാറായിട്ടായെങ്കിൽ തൗബാക്കുന്ന മടങ്ങര അല്ലെ. ആ സന്ദർഭത്തിൽ അവൻ തൗബാക്കിയ ജീവിക്കുക ആശ ഉണ്ട്, അവന് തൗബാക്കെങ്കിൽ തൗബ സ്വീകരിക്കാനല്ലോ. അതല്ലാണ്ട് ഒരാൾ ആക്സിഡൻ്റ് ആയിട്ട് അപകടത്തിൽ ബൂന്തുണ്ടു, രക്ഷയില്ല, തലകടിയായി, എല്ലാത്തുക്കും അടിയായി, ഇനി എല്ലാ ഡോക്ടർമാർ എല്ലാ ചാൻസ് വിട്ടുകാർ അവിടുത്തെ ഓല തോന്നിയാസാക്കി നടന്ന ആൾ ആ സമയത്തിൽ ഇനി ഒരു രക്ഷയുമില്ല, ജീവിക്കില്ലാണ്ട് അവനു മനസ്സിൽ ഉറപ്പായിട്ട് ഞാൻ ജീവിക്കില്ല. ആ സമയത്തിൽ അവನು തൗബാക്കിണ്ടായെങ്കിലോ ഫല തൗബതൻ മഖ്ബൂല ഹീനഇദിൻ, ആ സന്ദർഭത്തിൽ ആ തൗബ സ്വീകരിക്കില്ല. കാരണം അവിടുത്തെ പോലെ തോന്നിവാസായിട്ട് നടന്നാൽ തൗബാക്കാത്ത ആള് മരിക്കലിട്ട് ഉറപ്പായിട്ട് അവൻ്റെ തൗബ സ്വീകരിക്കില്ല, മനസ്സിലാക്കണോ. അതുകൊണ്ടൊത്തു ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. അള്ളാഹു ചന്ത തൗബ ആർക്കുള്ളത്? അല്ലദീന യഅമലൂന സൂഅ, എന്തെങ്കിലും തപ്പാക്കി തിന്നിട്ടായെങ്കിൽ അജ്ഞത കൊണ്ടൊത്തു വിവരമില്ലായിട്ട് കൊണ്ടൊത്തു തപ്പാക്കി തിന്നെങ്കിൽ തുമ്മ യതൂബൂന അവನು മടങ്ങാൻ മിൻ ഖരീബ്, ചമ്മ ലേട്ടാക്കിത്തല്ല അവನು മുട്ടത്തിൽ അപ്പമേ എന്തെങ്കിലും തപ്പാക്കി തിന്നെ അപ്പം അവനെ മനസ്സിൽ ബേജാറായിട്ട് അല്ലേ, അങ്ങനെ അവന് മടങ്ങിയാണ് അവൻ്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുക. അപ്പോൾ തൗബ സ്വീകരിക്കുന്നതായ ആ ആൾമാർക്കുള്ളതായ കണ്ടീഷൻസ് പണ്ഡിതന്മാർ നിശ്ചയിച്ചിരാറ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു തആല തൗബ സ്വീകരിക്കുന്ന ടൈമിൽ കംപ്ലീറ്റ് തപ്പിൽ നിന്ന് മാറി നിൽക്കണം. ഏതെല്ലാം ഒന്ന് തോന്നിവാസാക്കുക ആ തോന്നിവാസത്തിൽ നിന്ന് കംപ്ലീറ്റ് മാറി നിൽക്കണം. ഹറാമുൽ നിന്ന് മാറി നിൽക്കണം. ഹറാമു സ്വറാക്കിണ്ടിരിക്കുമ്പോൾ തൗബാക്കിണ്ടായെങ്കിൽ തൗബ സ്വീകരിക്കണം, അത് വിട്ടുവിടണം. അതുപോലെ രണ്ടാമതായിട്ട് അന്നദമു അലാ മാ ഫാത്ത, അവനാക്കിയതായ തപ്പിലവനക്ക് ഖേദം, ഞാൻ ആക്കിപ്പോയല്ലേ റബ്ബേ, ചെല്ലതായ ആ ഒരു ഖേദ. അന്നദമു മിന തൗബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലുത്ത അന്നദമു തൗബ, മനസ്സിൽ ബേജാറാവുന്നത്, നൊമ്പലാവുന്നത്, ഖേദ വേണ്ടത്, അത് തൗബായി തിക്കറ്, അത് തൗബ സ്വീകരിക്കുള്ളതായ മാർഗമായി തിക്കറ്. അതുപോലെ അൽ അസ്മു അല അദ്മിൽ ഔദതി ഇലൈഹി, ഉറക്കതുകും നാനിനെ തിരിച്ചു പോണ്ടില്ല ചെല്ലതായ ആ ഒരു തീരുമാനവും വേണം. അപ്പായി തിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ തൗബ സ്വീകരിക്കണം. അതേപോലെ നാലാമതായിട്ട് ഷർത്ത് പടിപാട്ടിരുന്ന തഹല്ലുൽ മിൻ സാഹിബിൽ ഹഖ് ഔ ഇതാഹു ഹഖ്ഖഹു, അതുപോലെ ഇടപാടിന്നുണ്ടായെങ്കിൽ അല്ലേ, അത് ഏതെല്ലാം ഇടപാടായി തിക്കർ മനുഷ്യന്മാർ തമ്മിലുള്ള ഇടപാടിന്നുണ്ടായെങ്കിൽ അത് കടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാവാം, മനസ്സുകൊണ്ടൊത്തു അവൻ്റെ അഭിമാനത്തിനങ്ങ അല്ലെ നമ്പലാക്കി തിക്കുക, പൈസ കൊണ്ടാവട്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ടാവട്ട് നാവ് കൊണ്ട് സംസാരം കൊണ്ടൊത്തു നമ്പലാക്കി തിക്കുക. അത് ആദ്യമായിട്ട് അവനൊട്ട് പോയിട്ട് തോബ കേൾക്കും, അവനൊട്ട് മാഫ് കേൾക്കണോ, അവനൊട്ട് മാഫ് കേൾക്കുക. കടർത്ത് തിന്നെങ്കിൽ കട കൊടുക്കണം, അതല്ലാണ്ട് അല്ലാഹുവേ നാ ചമ്മ കടാക്കിയത് അതുകൊണ്ടൊത്തു മാഫാക്കി കൊണ്ടാ ചെന്നെങ്കിൽ അത് തൗബ ആവില്ലേ. അതുകൊണ്ടൊത്തു അവൻ്റെ അവകാശത്തെ അവനക്ക് ടൈം കൊടുക്കണം, അല്ലെങ്കിൽ ഇന്നേ ടൈമുള്ള നിൽക്ക് തൻ്റെ ചെന്ന് പോയിട്ട് അവനൊട്ടിಗೆ പോയിട്ട് പെർമിഷൻ കേട്ടത്ത് പിന്നെ തൗബാക്കും. അല്ലെങ്കിൽ അക്രമാക്കി തിന്നെങ്കിൽ അവനൊട്ടിಗೆ പോയിട്ട് മാഫ് കേൾക്കണം. സംസാരത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഉപദ്രാക്കി തിന്നെങ്കിൽ ഒമ്പാലാക്കി തിന്നെങ്കിൽ അവനൊട്ടിಗೆ പോയിട്ട് മാഫ് കേൾക്കണം. എന്നിട്ടായി തിക്കറ് അള്ളാഹുരൊട്ടിಗೆ തൗബ കേൾക്കാനായതില്ലെങ്കിൽ വലിയ ഒരു വിഷയമായി തിക്കറത്, നാളെ പരലോകത്ത് വലിയ ഒരു വിഷയമായി തിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ത് നിങ്ങൾ ഇണ്ട് പരസ്പര എന്തെങ്കിലും അക്രമാക്കി തിന്നെങ്കിൽ ഇണ്ട് നിങ്ങൾ തീർക്കറോ, നാളത്തേക്ക് നിങ്ങൾ വിട്ടുപൂടണ്ട. നാളെ പരലോകത്ത് നിങ്ങളെ പൈസ കൊണ്ടൊത്തു, ദീനാറ് കൊണ്ടൊത്തു, ദിർഹം കൊണ്ടൊത്തു നിങ്ങൾക്ക്
കൊടുക്കുക സാധ്യല്ല. അതുകൊണ്ടൊത്തു ഇണ്ട് നിങ്ങ കൊടുത്തുത്ത് വിട്ടൊരു എന്തെല്ല നിങ്ങൾക്ക് ഇടപാടുണ്ടു, അവകാശങ്ങളുണ്ടു, അതെല്ലാം കൊടുത്തു തിണ്ട് തീർക്കും. നാളെ നിങ്ങളെ നന്മയായി തിക്കർ പോണ്ടത്. ഒരു സുബ്ഹാനല്ല അതൊരു നന്മ കിട്ടകു കാത്തു നിൽക്കുന്നതായ നാലായി തിക്കുന്നതായ പരലോക ഒരു ചെറിയ ഒരു ദിക്കർ, ആ ദിക്കറിന്റെ ബല അല്ലെ, ആ ബല നമുക്ക് നാളെ മനസ്സിലാവും. ഒരു നന്മ കിട്ടകു പേനായിട്ട് അബ്ബ മോനൊಟ್ಟಿಗೆ പോയിട്ട് മോൻ ಅಬ್ಬರೊಟ್ಟಿಗೆ ಮಾಪಲರೊಟ್ಟಿಗೆ പെഞ്ഞായിരൊಟ್ಟಿಗೆ ಎಲ್ಲರೊಟ್ಟಿಗೆ പോയിട്ട് ಕೆಂಜಗೊಂಡು ഒരു ദിക്കർ നക്ക് നീ തരുവേ മോനെ, ദുനിയാവില് എല്ലാ സൗകര്യാക്കി നാ തന്നരല്ല മോനെ, നിനക്ക് ഉണ്ട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ദിക്കർ, ഒരു സുബ്ഹാനല്ലാഹ് ദിക്കർ നക്ക് നന്മ നീನು തരുവേച്ചಂತ കേട്ടಂಟ ಹಿಂಗೆ മോന് കൊടുക്കല. ನಾನು പേടിയുണ്ടോ, നക്ക് പേടിയുണ്ടോ, നാ കണ്ടില്ല ബാപ്പ ചെന്ത് എല്ലാവരും ഓടിപ്പോണ്ടതായ നാളില് ഞങ്ങളെ നന്മ ഒന്ന് പോമ്പത്തുകൂ അതിലെ ബേജാറും അതിലെ ടെൻഷനും പറഞ്ഞറിയിക്കേണ്ടതില്ല. അത്രയും ബേജാറായി തിക്കറ് നഷ്ടപ്പെടുന്നത്. അപ്പം നാളെ പരലോകത്ത് ഇടപാട് ഇന്നുണ്ടായെങ്കിൽ, ദുനിയാവിലു അക്രമാക്കി തിന്നെങ്കിൽ, ഡോങ്കിയാക്കി തിന്നെങ്കിൽ, സംസാരത്തിൽ നൊമ്പലാക്കി തിന്നെങ്കിൽ അത് ഇന്നിവിടെ തീർക്കൊരു. നാളെ ഞങ്ങളെ നന്മായി തിക്കറ്, ഞങ്ങളെ നിസ്കാരവും നോമ്പും എല്ലാം ബാത്തിലായിട്ട് എല്ലാം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊത്തു അള്ളാഹുഗു ആത്മാർത്ഥമായിട്ട് തൗബാക്കു ശ്രദ്ധിക്കണോ. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവരെ സൂക്ഷിച്ച് ജീവിക്കണോ ചെന്ത് ഇന്നൊക്കെ നിങ്ങളൊട്ടിಗೆ ನಾನು ವಸಿಯತ್ತಾಕಿ ಉಂಟುಳ್ಳೆ, ഉപദേശാക്കി ಉಂಟುಳ್ಳೆ. പരിശുദ്ധ റമദാൻ തിങ്കളുടെ ഏറ്റവും ശ്രേഷ്ഠമായ നാലുകായി തിക്കറ് ഞങ്ങൾ കടന്നു പോയിട്ടുള്ളേ, അഥവാ അവസാനത്തെ 10. അതിലെ പോരിശയും ശ്രേഷ്ഠതയും ചില്ലറെ ആവശ്യകതയില്ല. മദ്രസൽ പഠിക്കുന്നതായ മക്കൾക്ക് സമയത്ത അതിലെ ശ്രേഷ്ഠത ಗೊಂತುಂಟು. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഖുർആൻ വ്യക്തമായിട്ട് പടിപാട്ടി തന്ന് അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ ചെല്ലതായ ജാവുണ്ട്. ആ ജാവുരെ പ്രത്യേകത്തെ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസ തിങ്ങളുടെ കാണ്ടി ശ്രേഷ്ഠത്തെ ഉള്ളി. ഞങ്ങളുടെ ജീവിതത്തിൽ 83-84 വർഷ ഇബാദത്തെടുത്തതായി അണ്ട് ഞങ്ങൾ ഖുർആൻ ഓതി തിന്നെങ്കിൽ, അണ്ട് ഞങ്ങൾ ദിക്റാക്കി തിന്നെങ്കിൽ, അണ്ട് നിസ്കരിച്ച് തിന്നെങ്കിൽ 84 വർഷ ഇബാദത്തെടുത്തതുപോലെ, നിസ്കരിച്ചതുപോലെ, ഖുർആൻ ഓതിയതുപോലെ കൂലിയായി തിക്കറ് അതിനെ കാട്ടിയാറ മിൻ അൽഫി ഷഹർ ചെന്ന് 1000 തിങ്ങളുടെ കാട്ടിയാറ. ആ ഒരു ജാവുള്ളതായി ഈ ദിനരാത്രിയായി തിക്കറ് അവസാനത്തെ 10 ചെല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിയുള്ള തിങ്ങളുടെ കാട്ടി യാറ യജ്തഹിദു കഠിനമായിട്ടുള്ള പരിശ്രമാക്കിയതായി 4 തിക്കറ്. സ്വതക്കത്ര കാര്യത്തിൽ, ദാനധർമ്മത്ര കാര്യത്തിൽ അല്ലേ, കഴിഞ്ഞ 24 കാട്ടി യാറ ഈ 4 ഈ 10 നാളിൽ വേണോ. അവസാനത്തെ 10 ഷോപ്പിങ്ങിൽ തീർക്കൊള്ളതല്ല. രാത്രി പ്രത്യേകിച്ചത്ത് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയായിട്ട് അതിൽ സംശയമില്ല. ദുനിയാവിൽ 2 രാത്രിയുണ്ടു അല്ലേ. ദുൽഹിജ്ജ 1 പിടിച്ചത്ത് 10 തോലോ, ആ 10 ജാവുണ്ടു. അതുപോലെ റമദാൻ്റെ അവസാനത്തെ 10 ഉണ്ടോ, അതിൽ ശ്രേഷ്ഠമായ രാത്രി ചെന്നെങ്കിൽ അല്ലേ. ദുൽഹിജ്ജരെ 1 മുതൽ 10 വരെ രാത്രി ശ്രേഷ്ഠത്തെ ഉണ്ട്. ആയെങ്കിൽ ജാവുര വിഷയത്തിൽ ഏറ്റവും ശ്രേഷ്ഠത്വമുള്ള ജാവു
അത് ലൈലത്തുൽ ഖദറിലെ റമളാന്റെ അവസാനത്തെ 10 ജാവായി തിക്കർ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ജാവ് കായ്ത്തിക്കർ നിങ്ങൾ കടന്നു പോയിട്ടുള്ളേ. ഖിയാമുൽ ലൈലിക്കു അതുപോലെ ജാവുകു എഞ്ചത്ത് ഉറങ്ങാമാറ് അഹ്യാ ലൈലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെ വിളിച്ചുണർത്തിത്തു ഉറങ്ങരുതല്ല, വിളിച്ചുണർത്തിത്ത് ദുആവും ദിക്റും ഖുർആൻ പാരായണം ഒക്കെ നടത്തിത്ത് ജാവുറെ പോലാക്കരെ ഉറങ്ങാണ്ട് നിക്കറതായി തിക്കർ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ട് അല്ലേ. അതുപോലെ ദാനധർമ്മ അല്ലേ, കഴിഞ്ഞ 24 റക്അത്ത് യാറ ദാനധർമാക്കും അജ്വദുന്നാസ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ അടിച്ച് ഭീഷരതായ കാത്ര പോലെ തൂഫാന് പോലെ അത്രയും യാറ ഈ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനധർമാക്കിയെടുത്ത് എനിക്ക് ഹദീസിലൂടെ എനിക്ക് കാണാൻ സാധ്യം. അതുപോലെ പ്രാർത്ഥനയും അല്ലേ, ഈ റമളാന്റെ തിങ്കൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട തിങ്കളായി തിക്കർ പണ്ടേ പോണെന്ന് വർഷത്തുക്ക് ഈ റമളാന്റെ തിങ്കൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. റമളാൻ ഞങ്ങൾക്ക് ഒരു മുന്നൽ ഒരു മീഡിയ ആയിട്ട് ഒരു ആയുധവും എല്ലാ വിഷയത്തുക്കും റമളാനിൽ ഏതെങ്കിലും വിഷയം എല്ലാ വിഷയത്തുക്കും ഞങ്ങളുടെ കുടുംബത്തുക്ക്, ഞങ്ങളുടെ ആരോഗ്യത്തുക്ക്, ഞങ്ങളുടെ ബിസിനസ്സുക്ക്, കച്ചവടത്തുക്ക്, മക്കൾ പേനായിട്ട് അല്ലെ, പരലോകത്തുക്ക് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടൂ, ഭാവി ജീവിതത്തുക്ക് നല്ല ഒരു തലമാറുണ്ടാവൂ, നല്ല മക്ക ഉണ്ടാവൂ, സംസ്കാരമുള്ള മക്ക ഉണ്ടാവൂ, നല്ല കുടുംബം ഉണ്ടാവൂ, നല്ല ഭരണാധികാരി പറയൂ, എല്ലാത്തും ദുആക്ക് ഉത്തര കിട്ടതായ സന്ദർഭമായി തിക്കർ പരിശുദ്ധ റമളാൻ തിങ്കൾ. എത്ര സമയങ്ങൾ ജാവുകെഞ്ചത്ത് നിങ്ങൾ ദുആർക്കണം, എല്ലാവർക്കും പേനായി ദുആർക്കണം, ഞങ്ങളെ നാട് നന്നാവുക ദുആർക്കണം. എല്ലാം റമളാനിൽ കിട്ടിയ ഒരു ചാൻസായി തിക്കർ. അതുകൊണ്ടെത്തും ഈ അവസാനത്തെ 10 നഷ്ടപ്പെടുത്താമാർ, സംസാരിക്കാമാർ അല്ലെ, പുറത്തോടെ പോയിട്ട് പൽക്ക പറഞ്ഞ് തെക്കറ് ബാലക്കാരന്മാർ, വിദ്യാർത്ഥിമാർ, സ്റ്റുഡൻസുമാർ അല്ലെ, റമളാന്റെ ഖിയാമുൽ ലൈൽ ചെന്ന് പേരിൽ വന്നിട്ട് ചുറ്റി നടക്കറ്. എത്ര സന്ദർഭങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതായി തിക്കറ്. ഗാഡിയിലൂടെ, വാഹനത്തിലൂടെ, ബൈക്കിലൂടെ 3-4 മക്കളെ വെച്ചിട്ട് പോകേണ്ടത് ഒരു എൻജോയ്മെൻ്റ് ആക്കുന്നത് പോലെ അങ്ങനെ ആവുക തീരാ അല്ലേ. അള്ളാഹുരെ റസൂലിലെ ഷാപ്പ, ജിബ്രീലിലെ ഷാപ്പ ഞങ്ങളെ മേലുണ്ടാവും. അതുകൊണ്ടെത്തു ജാഗ്രതാക്കണോ, നഷ്ടപ്പെടുത്തുള്ളതല്ല. അതുകൊണ്ടെത്തു ഈ അവസാനത്തെ 10 ഏറ്റവും ശ്രേഷ്ഠമായ, ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജാവായി തിക്കർ ആ ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 ഞങ്ങൾ പ്രതീക്ഷിക്കണോ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് പടിപാട്ടി തന്നു. അതുകൊണ്ടെത്തു ഒന്നും നഷ്ടപ്പെടുത്താമാർ ഏറ്റവും നല്ല നിലക്ക് ജീവിക്കൂ, ഇബാദത്തെടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കണോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണമായ നിലക്ക് ആരോഗ്യത്തോടു കൂടിയിട്ട്, ആഫിയത്തോടു കൂടിയിട്ട് അവസാനത്തെ 10 കൂടുതൽ ഇബാദത്തെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ആക്കിപ്പോയതായി മുഴുവൻ ദോഷത്തിലെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് രോഗം കണ്ടെത്തു കഷ്ടപ്പെടരുതായ എത്രയോ ആൽമാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രോഗത്തെ എത്ര വേഗം ശിഫ കൊടുത്തു അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആർക്കൊരു വസിയത്താക്കിയ ഒരു സഹോദരൻ ഉണ്ട്. അയാളെ കണ്ണുക അസുഖವಂತ ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിലുണ്ട്, ട്രീറ്റ്മെൻറ്റ് ആക്കിക്കൊണ്ടുണ്ട്. ദുആർക്കൊരു വസിയത്താക്കിയ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ രോഗത്തെ എത്ര വേഗം ശിഫ കൊടുത്തു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണമായിട്ടുള്ള കാഴ്ചയും ആരോഗ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയതായ ഞങ്ങളെ അബ്ബുമ്മ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ ചങ്ങായിമാർ, ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകമായിട്ട് ചെല്ലകൊല്ലെ ഒരു വിഷയ ഞങ്ങളെ സാലത്തൂർ ചെല്ലതായ ഒരു ജാഗ ചെറിയ ഒരു പ്രദേശമായി തിക്കർ സലഫി ആൽമാർ ചമ്മ കൊറോടിയുള്ള ഒരു ജാഗയായി തിക്കർ ഒരു പള്ളി. അതുകൊണ്ട് ആ പള്ളിയുടെ കലക്ഷനിಗೆ ഒരു സഹോദര വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ റമളാൻ്റെ ആ ശ്രേഷ്ഠത്തെ ഓർത്തെത്തും. അവസാനത്തെ 10 കടക്കുമ്പോഴത്തേക്കും വലിയ മുതൽ കൂട്ടാവും. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സഹായിക്കണോ.
എൻ്റെ കളക്ഷനുണ്ട്, അതിലതായി തിക്കർ കളക്ഷനുമില്ല, എല്ലാവരും സഹകരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.